ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ ടൈം ഏകദേശം 7 മണിയായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും പൊന്നൂന് കൊണ്ടുപോകേണ്ട ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 7 മണിയാകുമ്പോഴേക്കും പൊന്നൂനെ വിളിച്ചുണർത്തിയാൽ മാത്രമേ എനിക്ക് 8 മണിയാകുമ്പോഴേക്കും അവളെ റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി പറ്റൂ. കാരണം 8 മണിയാകുമ്പോഴേക്കും വണ്ടി വരും. അപ്പോൾ നമ്മൾ മുട്ട റോസ്റ്റാണ് ആക്കിയിട്ടുള്ളത്. ഞാൻ 2 മുട്ടയെ ആക്കിയിട്ടുള്ളൂ. കാരണം ഒന്ന് ഏട്ടനും പൊന്നൂനും. ഞാൻ അങ്ങനെ മുട്ട എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മസാല കൂട്ടി കഴിക്കുക ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊന്നൂന് 7 മണിക്ക് റെഡിയാക്കി, അല്ല 7 മണിക്ക് റെഡിയാക്കാനല്ല, 7 മണിക്ക് എഴുന്നേൽപ്പിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരു 8 മണിയാകുമ്പോഴേക്കും അവൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതാ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ പൊന്നൂനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. നിങ്ങൾക്കറിയാലോ, രാവിലെ മൊത്തം ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും. അപ്പോൾ ഏട്ടനാണ് രാവിലെ പൊന്നൂനെ വണ്ടി കയറ്റി വിടുന്നത്. അങ്ങനെ ഇനിയിപ്പം രാവിലെ മോള് പോയി കഴിഞ്ഞാൽ അവൾ തിരിച്ചെത്തുമ്പോഴേക്കും ഒരു 4:30 ആവില്ല, 4:20. ട്രാഫിക് ഉണ്ടെങ്കിൽ 4:20, അല്ലെങ്കിൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നെസ്റ്റോയിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നെസ്റ്റോയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം അങ്ങനെ പോകും. സാധനം എടുക്കാനല്ല, അവിടെ ബില്ലിംഗ് കൗണ്ടറിൽ നിന്ന് പോസ്റ്റ് ആവേണ്ടി വരും. 5-6 കൗണ്ടർ ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് തിരക്കായിരിക്കും അവിടെ. അതുകൊണ്ട് നമ്മൾ അടുത്തുള്ളൊരു സപ്ലൈക്കോലാണ് നമ്മൾ പോയിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ എനിക്ക് കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. അത് ഞാൻ മെഷീനിൽ ഇട്ടിട്ടാണ് പോയത്. ഇനി നമുക്കതൊന്ന് ടൈം സെറ്റ് ചെയ്തിട്ടൊന്ന് അലക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഒരു നാടൻ ലഞ്ചാക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഏതായാലും അവിയലാക്കാൻ വേണ്ടിയിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി. നമ്മുടെ ഷെഫ് പിള്ളയില്ലേ, പുള്ളിയുടെ റെസിപ്പി കോപ്പി അടിച്ചാണ് കേട്ടോ ഞാൻ ആക്കുന്നത്. പുള്ളി വെള്ള അവയിലാക്കുന്നത്. പക്ഷേ ഏട്ടൻ അങ്ങനെ വെള്ള അവയിൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ അതിൻ്റെ അരപ്പും കാര്യങ്ങളൊക്കെ ഈ കഷ്ണത്തിലേക്ക് ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പുളിയില്ലാത്ത തൈര് ഉണ്ടല്ലോ, നമ്മുടെ മിൽമയുടെയോ അല്ലെങ്കിൽ ഇളനാടിൻ്റെയോ അങ്ങനെയൊക്കെ ഒരു ഒട്ടും പുളിയില്ലാത്ത തൈര്, അതാണ് ഞാൻ അവിയലിലാക്കുന്നത്. സാധാരണ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പുളിയുള്ള തൈരാക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരുപാട് പുളി വരുമ്പോൾ എനിക്ക് അവിയൽ കൂട്ടാൻ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഷെഫ് പിള്ളയുടെ റെസിപ്പി കോപ്പി അടിച്ചിട്ട് പുള്ളി പറയുന്നത് പുളിയില്ലാത്ത തൈരാക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പുളിയില്ലാത്ത തൈരാക്കിയിട്ട് നമ്മുടെ അവിയൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് ഉള്ളത്. ലാസ്റ്റ് തൈര് ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ നനച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കൂടെ ഞാൻ ബീട്രൂട്ട് കിച്ചടിയും കൂടി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി തേങ്ങയിൽ കുറച്ച് എന്താ പറയുക കടുകും തൈരും കൂടെ കൂട്ടി അരച്ചിട്ട് ലാസ്റ്റ് ഒന്ന് വറുത്തിടുക ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് കിച്ചടി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് പിന്നെ അവിയൽ, ബീട്രൂട്ട് കിച്ചടി, അതുപോലെ തന്നെ പരിപ്പ് കറി, പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്. അപ്പോൾ നമ്മുടെ ലഞ്ച് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി മീനും കൂടെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിപ്പം ഫുഡ് കഴിക്കാം. അപ്പോൾ അവിയൽ ഓണത്തിൻ്റെ സമയത്ത് ഞാൻ ആക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഓണത്തിന് നമ്മൾ കംപ്ലീറ്റ് നോൺ വെജ് ബിരിയാണിയാണ് ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാടൻ ഐറ്റംസ് ഒന്നും ആക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഏതായാലും ഇപ്പം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. നമ്മുടെ ഫിഷ് അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് എന്നിട്ട് കൊടുക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെഡിയാകുമ്പോഴേക്കും നമ്മുടെ പൊന്നു ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും പൊന്നു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റ് 4:30 ആകുമ്പോഴേക്കും പൊന്നു വരും. അപ്പോൾ പൊന്നു വന്നു. ഇനി നമുക്ക് അവളുടെക്ക് സ്കൂളിലേക്ക് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് അവളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അടുത്ത് തന്നെയുള്ളൊരു കോംപ്ലക്സിൽ പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ കുറേ മുന്നേ എനിക്ക് തോന്നുന്നു ഒരു 3rd സ്റ്റാൻഡേർഡൊക്കെ അല്ല 2nd സ്റ്റാൻഡേർഡിൽ നിന്നാണ് അവളുടെ ലാസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇനിയിപ്പം എന്തെങ്കിലും ഫോമോ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണമെങ്കിലും ഇനിയിപ്പം ഈ ഒരു ടൈമിലുള്ള ഒരു ഫോട്ടോ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോട്ടോസൊക്കെ എടുത്തു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ നേരത്തെ മെഷീനിൽ അലക്കാൻ വേണ്ടി വെച്ച തുണിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, അലക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുണിയൊക്കെ ഞാൻ ആറിയിട്ടു. അപ്പോഴേക്കും വിളക്ക് വെക്കാൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനിയത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കണം. അതുപോലെ തന്നെ പൊന്നുവിൻ്റെ ഹോംവർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ച് കൊടുക്കണം. അതൊക്കെയാണ് ഇനിയുള്ള പരിപാടി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം പൊന്നുവിൻ്റെ ഹോംവർക്കിനായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അവൾക്ക് ഇന്നിപ്പം കുറച്ച് കേഴ്സീവ് ലെറ്റേഴ്സിൻ്റെ നോട്ട്സിൽ കുറച്ച് കേഴ്സീവ് എഴുതാനൊക്കെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ARMന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി 8:30 ഷോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പം നേരെ ARM കാണാൻ വേണ്ടിയിട്ട് ഫിലിം സിറ്റിയിലോട്ട് പോവുകയാണ്.
നമ്മളിപ്പം ഒരു 8 മണി 7:45 ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഹറിബറി ആയിട്ട് പോവണ്ടല്ലോ, എപ്പോഴും നമ്മൾ ഹറിബറി ആയിട്ടാണ് പോകും എന്ത് സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിലും. അപ്പോൾ ഇന്നൊന്ന് റിലാക്സ് ആയിട്ട് മെല്ലെ പോവാം, ഇനി ഇൻ കേസ് ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ ഫിലിം തുടങ്ങുന്നതിന് മുന്നേ എത്താലോ എന്നെല്ലാം വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ എത്തി. കറക്റ്റ് 8:05 നമ്മൾ സവിത ഫിലിം സിറ്റിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം പോയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിലിം സിറ്റിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ. നമുക്ക് വെച്ചാൽ ഇതിന് മുന്നേ നമ്മളിവിടെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് കോട്ടയത്തെ UGM നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ടിക്കറ്റൊക്കെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തു. പിന്നെ 3D ഗ്ലാസ്സിന് എക്സ്ട്രാ 40 രൂപയാണ് കേട്ടോ ഒരു ഗ്ലാസ്സിന് വരുന്നത്. അപ്പോൾ അങ്ങനെ 40 രൂപേൻ്റെ 3 3D ഗ്ലാസ് വാങ്ങി നമ്മൾ നേരെ തിയേറ്ററിലോട്ട് പോയി. പിന്നെ ARM 3D മൂവിയാണ്, അപ്പോൾ നമ്മൾ ഈ കണ്ണട വെക്കാതെ കണ്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ എനിക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ട്, TV ഫോണൊക്കെ യൂസ് ചെയ്യുമ്പം നോക്കുമ്പം. അപ്പോൾ ഈ സ്പെക്സിൻ്റെ മുകളിൽ വേണം 3D വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മുടെ ARM മൂവി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൂവി കൊള്ളായിരുന്നു, 3D ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൊതുവെ ഇഷ്ടമായി. പിന്നെ നമ്മുടെ ടൊവിനോ ആണല്ലോ, അതുകൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഒരു പാട്ട് നമ്മുടെ വൈക്കം എന്താ പറയുക വിജയലക്ഷ്മിയോ പുള്ളിക്കാരി പാടിയ പാട്ടാണ്. അടിപൊളി പാട്ടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. തിയേറ്റർ പിടിച്ച് കുലിക്കാനുള്ള അത്രയും എനർജി ഉണ്ടായിരുന്നു ആ ഒരു സോങ്ങിന്. സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമുക്ക് അത്രയും ഇൻട്രസ്റ്റോടെ നമുക്ക് അടുത്ത് എന്താന്ന് ഇങ്ങനെ വിചാരിച്ച് ഇരുന്നിട്ട് കാണാൻ പറ്റിയൊരു മൂവിയാണ് കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അത് നമ്മളെ ഫിലിമൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കുകയാണ്. പക്ഷേ അതിന് മുന്നേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമുക്ക്. അതുകൊണ്ട് നമ്മളിനി നേരെ ഒരു ഹോട്ടലിലോട്ട് പോവുകയാണ്. കാരണം ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണല്ലോ, നിങ്ങൾ കണ്ടതാണല്ലോ. പക്ഷേ നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കണമല്ലോ, അങ്ങനെ നമ്മൾ ഹോട്ടലിലോട്ട് കയറിയതാണ്. പിന്നെ എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ, കാരണം ഞാൻ ഈ 11:30 ആ ടൈമിലൊന്നും ഫുഡ് അങ്ങനെ കഴിക്കുന്ന ആളല്ല. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിച്ച് ക്ലോസ് ചെയ്യും. ആ ഒരു ഇതാണ് എൻ്റെത്, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പൊതുവേ വീട്ടിലുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അങ്ങനെയാണ്. പക്ഷേ എങ്കിൽ ഏട്ടനാണെങ്കിലും പൊന്നുവാണെങ്കിലും ലേറ്റ് നൈറ്റ് ആണെങ്കിലും ഫുഡ് കഴിക്കുന്നതിന് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിനോട് എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും മതിയെന്ന് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ പൊന്നൂന് അൽഫാം പൊറോട്ട എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൊന്നു അതാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഏട്ടനും കൂടെ ഫ്രൈഡ് റൈസ് വാങ്ങാമെന്ന്. അപ്പോൾ അങ്ങനെ ഫ്രൈഡ് റൈസും ചിക്കനും അൽഫാമും പിന്നെ പൊറോട്ടയും അങ്ങനെ എന്തൊക്കെ ഐറ്റംസൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇപ്പോൾ ടൈം ഞാൻ പറഞ്ഞല്ലോ, തിയേറ്ററിൽ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ 8:30 ആയിരുന്നു. അപ്പോൾ അത് കഴിയുമ്പം എങ്ങനെയായാലും ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ ഹോട്ടലിൽ എത്തിയ ടൈം ഒരു 11, 11:30 ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് വാങ്ങിയിട്ടുണ്ടായത്. പൊന്നൊക്കെ ഫുള്ള് ഉറക്കച്ചടവിലാണ് ഉള്ളത്. അവളുടെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ടൈം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഇങ്ങനെ ഹോട്ടലിൽ കയറണം എന്നുള്ള ഇത് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ കയറിയിട്ടുണ്ടായത്. എല്ലാം അടിച്ച് വീട്ടിൽ പോകുമായിരുന്നു. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് സ്വസ്ഥമായിട്ട് പോയിട്ടൊന്ന് കിടന്നുറങ്ങണം. നാളെ ലീവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് കിടന്നുറങ്ങാം. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.